മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ CBI അന്വേഷിക്കുന്നത് 12 വർഷത്തെ സ്വത്ത് വിവരങ്ങൾ. എബ്രഹാമിനെതിരെ അഴിമതി നിരോധന നിയമത്തിലെ 13(2), 13(1) ഈ വകുപ്പുകളാണ് CBI ചുമത്തിയത്. FIRന്റെ പകർപ്പ് ജനം ടിവിക്ക്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കെ.എം. എബ്രഹാമിനെതിരെ അഴിമതി നിരോധന നിയമത്തിലെ 13(2), 13(1) ഈ വകുപ്പുകൾ ചുമത്തിയ CBI 12 വർഷത്തെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കും. 2003 ജനുവരി മുതൽ 2015 ഡിസംബർ വരെയുള്ള കാലയളവിലെ സ്വത്ത് സമ്പാദനമാണ് അന്വേഷണ പരിധിയിൽ വരിക. കൊല്ലം കടപ്പാക്കടയിലെ 8 കോടി വില വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സും CBIയുടെ അന്വേഷണ പരിധിയിലുണ്ട്. നേരത്തെ വിജിലൻസ് കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിനെ കുറിച്ചോ 2014-2015 കാലത്തെ എബ്രഹാമിന്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചോ അന്വേഷിച്ചിരുന്നില്ല. ഇക്കാര്യം ഹൈക്കോടതി വിമർശന രൂപേണ ഉത്തരവിലടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. എബ്രഹാമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന ഹൈക്കോടതി ഉത്തരവ് വിവരങ്ങൾ FIRലും CBI പരാമർശിച്ചിട്ടുണ്ട്. ഏപ്രിൽ 11 ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കഴിഞ്ഞ 24 കൊച്ചി CBI യൂണിറ്റ് കെ.എം. എബ്രഹാമിനെതിരെ കേസെടുത്തത്. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും കെ.എം. എബ്രഹാമിന്റെ ആഡംബര ഫ്ളാറ്റുകൾ, കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയടക്കം അനധികൃതമായി സമ്പാദിച്ചതെന്നാണ് പരാതി. പരാതിക്ക് തക്ക തെളിവുകളുണ്ടെന്ന് ഹൈക്കോടതിയും കണ്ടെത്തിയിരുന്നു. ജനം, കൊച്ചി.